Good afternoon, everyone. Let me introduce myself. എൻ്റെ പേര് നേഹ അഗസ്റ്റിൻ. ഞാൻ മൈസീഡിലെ ക്ലയന്റ് സക്സസ് സ്പെഷ്യലിസ്റ്റ് ആണ്. ഞാനിപ്പോൾ ഇന്നത്തെ വെബിനാറിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തരാം. ഇന്നത്തെ നമ്മുടെ വെബിനാറിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൺട്രീസ് ആണ്. ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൺട്രീസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും തന്നെ ഒരു ഡ്രീം ഉണ്ടാവും യൂറോപ്യൻ കൺട്രീസിൽ പോയി പഠിക്കണമെന്ന്. പക്ഷെ ബഡ്ജറ്റ് ആയിരിക്കും പ്രശ്നമായിട്ട് വരുന്നത്. ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൺട്രീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്റ്റുഡൻസിന്റെ ഒരു ഫേവറേറ്റ് പിക്സ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഫോർഡബിൾ എഡ്യൂക്കേഷൻ. UK, USA, ഓസ്ട്രേലിയ, കാനഡ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ട്യൂഷൻ ഫീസും ലിവിംഗ് കോസ്റ്റും ആണ്. അതുപോലെ ക്വാളിറ്റി യൂണിവേഴ്സിറ്റീസ്, യൂറോപ്പ് റെക്കഗ്നൈസ്ഡ് ഡിഗ്രീസ് ഇൻ എഞ്ചിനീയറിംഗ്, IT റിലേറ്റഡ് പ്രോഗ്രാംസ്, അതുപോലെ തന്നെ ഷെങ്ങൻ ആക്സസ്. ഷെങ്ങൻ റീജിയനിലുള്ള ഏതെങ്കിലും ഒരു കൺട്രിയിൽ നമ്മൾ സ്റ്റഡി ചെയ്യാൻ എൻ്റർ ആയി കഴിഞ്ഞാൽ മറ്റുള്ള 28 കൺട്രീസിലെ ബോർഡർ കൺട്രോൾസ് ഒന്നും ഇല്ലാതെ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. സിമ്പിളായി പറഞ്ഞാൽ ഈസി ആക്സസ് ടു യൂറോപ്പ്. ആൻഡ് ഓൾസോ പോസ്റ്റ് സ്റ്റഡി ഓപ്ഷൻസ്. ഇപ്പോൾ പല രാജ്യങ്ങളിലും സ്റ്റഡീസിന് ശേഷം നിങ്ങൾക്ക് സ്റ്റേ ബാക്കും ഇന്റേൺഷിപ്പ് ഒക്കെ നൽകുന്നുണ്ട്. അതായത് അപ് ടു 1 year ആൻഡ് 2 year സ്റ്റേ ബാക്ക് ഒക്കെ നൽകുന്നുണ്ട്. യൂറോപ്പ് കൺസിഡർ ചെയ്യുന്നവർക്ക് എന്തായാലും ഈ ഓപ്ഷൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്ലസ് ഹൈ വാല്യൂ ഓപ്ഷൻ ആണ്. നമ്മൾ ഇത്രയും നേരം ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൺട്രീസ് എന്ന് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. പോളണ്ട്, ലാറ്റ്വിയ, ലിത്വാനിയ, സ്ലോവാക്യ, സ്ലൊവേനിയ, ചെക്ക് റിപ്പബ്ലിക് ആൻഡ് ഹംഗറി. ഈ കൺട്രീസിനെ കുറിച്ചാണ് ഇന്നത്തെ വെബിനാറിൽ പറയുന്നത്. വെബിനാറിന്റെ ഹോസ്റ്റ് രാജലക്ഷ്മിയാണ്. രാജലക്ഷ്മി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഫസ്റ്റ്ലി ഞാൻ നമ്മുടെ കമ്പനിയെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ കമ്പനിയുടെ പേര് myzy.com എന്നാണ്. ഓഫീസ് ലൊക്കേഷൻ വരുന്നത് എറണാകുളം പള്ളിമുക്കാണ്. നമ്മൾ 5 years ആയിട്ട് അബ്രോഡ് സ്റ്റഡീസ് ചെയ്യുന്ന ഒരു ഫേം ആണ്. എല്ലാവർക്കും തന്നെ അറിയാം, ഈ അബ്രോഡ് സ്റ്റഡീസിന്റെ പ്രൊസീജിയേഴ്സ് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഡോക്യുമെന്റ്സ് ഒക്കെ പ്രോപ്പർ അല്ല, ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. ആൻഡ് നമ്മൾ ത്രൂ ഒരുപാട് സ്റ്റുഡൻസ് യൂറോപ്യൻ കൺട്രീസിലോട്ട് അബ്രോഡ് സ്റ്റഡീസിന് പോയിട്ടുണ്ട്. നമ്മുടെ ഭാഗത്ത് നിന്ന്, അതായത് ഒരു കുട്ടി ഇപ്പൊ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പ്രൊഫൈൽ അനുസരിച്ച് കോഴ്സ് സെലക്ഷൻ, അതുപോലെ തന്നെ ആ കുട്ടിക്ക് വേണ്ട വിസയുടെ അസിസ്റ്റൻസ്, പിന്നെ അബ്രോഡ് ചെന്നിട്ടുള്ള അക്കോമഡേഷൻ, പാർട്ട് ടൈം പിക്കപ്പ് അസിസ്റ്റൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൺട്രീസിലോട്ട് പോയി കഴിഞ്ഞാലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ആ കൺട്രീസിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വെബിനാർ ഹോസ്റ്റ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ എല്ലാവർക്കും ഓഡിബിൾ അല്ലേ? ചാറ്റ് ബോക്സിൽ യെസ് ഇടാവോ? ഓക്കെ. എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയണേ, ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പോ വെബിനാർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ രാജലക്ഷ്മി, ലെറ്റ് സ്റ്റാർട്ട് അവർ വെബിനാർ. So good evening all. Myself Rajalakshmi and I welcome you all to this webinar. അപ്പോൾ നേഹ നമ്മുടെ കമ്പനിയെ പറ്റിയിട്ടും ആൻഡ് നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരു ബ്രീഫ് ഐഡിയ തന്നു. നേഹ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൺട്രീസസ് ആണ്. കോഴ്സസ് ഏതൊക്കെയാണ്, ഡ്യൂറേഷൻ, എലിജിബിലിറ്റി, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ബേസിക് ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എബ്രോഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ എക്സ്പെൻസീവ് ആണ് എന്നൊരു തോട്ടാണ് പൊതുവേ ഉള്ളത്. പക്ഷേ കറക്റ്റ് ആയിട്ട് കൺട്രി ഒക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൺട്രീസ് എന്നതുകൊണ്ട് നമ്മൾ പറയുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്ന, പക്ഷേ USA, UK പോലെ എക്സ്പെൻസീവ് അല്ലാത്ത കൺട്രീസ് ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡീസ് പ്ലസ് ലിവിംഗ് കോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള കൺട്രീസ്. അപ്പോൾ നമ്മൾ വെബിനാറിൽ കവർ ചെയ്യുന്ന മെയിൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൺട്രീസസ് ആണ് ചെക്ക് റിപ്പബ്ലിക്, ഹംഗറി, ലാറ്റ്വിയ, ലിത്വാനിയ, പോളണ്ട്, സ്ലൊവേനിയ ആൻഡ് സ്ലൊവാക്യ. എല്ലാ കൺട്രീസും യൂറോപ്യൻ യൂണിയൻ മെമ്പേഴ്സ് ആണ്. ആൻഡ് ഓൾസോ ഈ കൺട്രീസ് എല്ലാം ഷെങ്കൻ ഏരിയയിലും പാർട്ടാണ്. ഷെങ്കൻ ഏരിയ എന്ന് പറയുമ്പോൾ ഒരു 29 കൺട്രീസ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒരു കൺട്രിയിലേക്കാണ് എൻട്രി ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാക്കി 28 കൺട്രീസ് നിങ്ങൾക്ക് വിസ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ്. അത് വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന കൺട്രി ചെക്ക് റിപ്പബ്ലിക് ആണ്. ചെക്ക് റിപ്പബ്ലിക് ഒരു സെൻട്രൽ യൂറോപ്യൻ കൺട്രി ആണ്. ക്യാപിറ്റൽ വരുന്നത് പ്രേഗ് ആണ്. ആൻഡ് കറൻസി ചെക്ക് കൊറൂണ ആൻഡ് ലാംഗ്വേജ് ചെക്ക് ആണ് വരുന്നത്. ആൻഡ് ഓൾസോ ഇതൊരു ജർമ്മനിയുടെ ബോർഡർ ആയിട്ട് വരുന്ന ഒരു കൺട്രിയാണ്. അപ്പോൾ ജർമ്മനിയൊക്കെ അറിയാലോ, നമ്മുടെ എല്ലാവരുടെയും ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ഒക്കെയാണ്. പക്ഷേ ടോട്ടൽ പാക്കേജസ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലൊക്കെ ഹൈ ആണ്. ആൻഡ് ഓൾസോ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഫ്രീ എഡ്യൂക്കേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും നല്ല ഹൈ മാർക്സ് ഒക്കെ വേണം അഡ്മിഷൻ ഒക്കെ കിട്ടണമെങ്കിൽ. പിന്നെ അവിടെ അറിയാലോ IELTS ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ മാൻഡേറ്ററി ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെക്കിലേക്ക് എൻട്രി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് ഈസി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ IELTSന്റെ പ്രശ്നമൊന്നും അങ്ങനെ വരില്ല.
പിന്നെ ചെക്കിൽ വരുന്ന പ്രോഗ്രാംസ് മാസ്റ്റേഴ്സ് ആൻഡ് ബാച്ചിലർ പ്രോഗ്രാംസ് ആണ് വരുന്നത്. ഹെൽത്ത് കെയർ, എഞ്ചിനീയറിംഗ്, ബിസിനസ്, IT, സോഷ്യൽ സയൻസ് പോലത്തുള്ള കോഴ്സ് ആണുള്ളത്. പിന്നെ ഒരു 1 ഇയർ പാത്വേ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ഒരു യൂറോപ്പിലേക്ക് ഒരു എൻട്രി എന്ന രീതിയിൽ നല്ലൊരു ഓപ്ഷൻ ആണത്. പാത്വേ എന്ന് പറയുമ്പോൾ ഒരു ഇംഗ്ലീഷ് കോഴ്സസ് ഒക്കെയാണ് വരുന്നത് അതിൽ മെയിൻ ആയിട്ട്. ആൻഡ് ഡ്യൂറേഷൻ വരുന്നത് ബാച്ചിലേഴ്സിന് 3 to 4 ഇയേഴ്സ് ആണ് വരുന്നത് ആൻഡ് മാസ്റ്റേഴ്സിന് 1 to 2 ഇയേഴ്സ് ആണ് വരുന്നത്. ആൻഡ് എലിജിബിലിറ്റി പറയുമ്പോൾ ബാച്ചിലേഴ്സിന് മിനിമം 60% മാർക്കാണ് പറയുന്നത് 12th ആൻഡ് മാസ്റ്റേഴ്സിന് ഒരു 60% മാർക്കാണ് പറയുന്നത് ബാച്ചിലേഴ്സിന് വേണ്ടത്. ഓക്കെ, ജനറലി അവരൊരു 3 ഇയേഴ്സ് വരെ ഇയർ ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യും. ഇനി നമുക്ക് പോപ്പുലർ യൂണിവേഴ്സിറ്റീസ് വരുന്നത് ചാൾസ് യൂണിവേഴ്സിറ്റി. ചാൾസ് യൂണിവേഴ്സിറ്റി ഇസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി ആണ് ആൻഡ് ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ 1348. പിന്നെ സിലീഷ്യൻ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. അത് കുറച്ച് ലിബറൽ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് അത്യാവശ്യം ഒരു 50% മാർക്സ് ഒക്കെ ബാച്ചിലേഴ്സിന് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ മാസ്റ്റേഴ്സ് മാത്രമാണ് ഉള്ളത്. ആൻഡ് പിന്നെ ഉള്ളത് മസാരിക് യൂണിവേഴ്സിറ്റി ഉള്ളതുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ബിസിനസ് ഇൻ പ്രേഗ്. ഇതൊക്കെയാണ് കുറച്ച് ടോപ്പ് യൂണിവേഴ്സിറ്റീസ് വരുന്നത്. പിന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ കൺട്രീസിലും പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ അവൈലബിൾ ആണ്. ഏകദേശം 20 hours പെർ വീക്ക് ആണ് പറയുന്നത്. പിന്നെ ഏജിന്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ബാച്ചിലേഴ്സിന് അപ്ലൈ ചെയ്യാൻ മാക്സിമം അപ് ടു 23 വരെയാണ് പറയുന്നത് ആൻഡ് ഫോർ മാസ്റ്റേഴ്സിന് 32 ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചെക്ക് റിപ്പബ്ലിക് പറയുകയാണെങ്കിൽ ഒരു സേഫ് സ്റ്റുഡന്റ് ഫ്രണ്ട്ലി യൂറോപ്യൻ കൺട്രി ആണ്. ലിവിംഗ് കോസ്റ്റ് ഒക്കെ മാനേജബിൾ ആണ് ആൻഡ് IT, എഞ്ചിനീയറിംഗ് ഫീൽഡ്സിലൊക്കെ നല്ല രീതിയിൽ കരിയർ സ്കോപ്പ് ഉള്ള ഒരു കൺട്രിയും കൂടിയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹംഗറീനെ പറ്റിയിട്ടാണ്. ഹംഗറിയും ഒരു സെൻട്രൽ യൂറോപ്യൻ കൺട്രി തന്നെയാണ് വരുന്നത് ആൻഡ് ക്യാപിറ്റൽ ബുഡാപെസ്റ്റ് ആണ്. കറൻസി ഹംഗേറിയൻ ഫോറിന്റ് ആൻഡ് ലാംഗ്വേജ് ഹംഗേറിയൻ ആണ്. ഹംഗറിയിലും എഞ്ചിനീയറിംഗ്, IT, ബിസിനസ് മാനേജ്മെന്റ്, എക്കണോമിക്സ് ആൻഡ് ഫിനാൻസ്, ബയോടെക്നോളജി ആൻഡ് ലൈഫ് സയൻസ്, ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഈ കോഴ്സുകളൊക്കെയാണ് വരുന്നത്. ഡ്യൂറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലേഴ്സിന് 3 to 4 ഇയേഴ്സ് ആണ് വരുന്നത് ആൻഡ് മാസ്റ്റേഴ്സിന് 1.5 to 2 ഇയേഴ്സ് ആണ് പറയുന്നത്. പിന്നെ മാർക്സ് പറയുകയാണെങ്കിൽ ബാച്ചിലേഴ്സിന് മിനിമം ഒരു 60% മാർക്സ് ആണ് പറയുന്നത് ആൻഡ് മാസ്റ്റേഴ്സിന് മിനിമം ഒരു 55 to 65% ആണ് പറയുന്നത്. ഓക്കെ, ഇനി പോപ്പുലർ യൂണിവേഴ്സിറ്റീസ് പറയാനാണെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ഓഫ് പെക്സ് വരുന്നുണ്ട്, ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ, ജോൺ വോൺ ന്യൂമൻ യൂണിവേഴ്സിറ്റി, ബുഡാപെസ്റ്റ് മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റി, ഇതൊക്കെയാണ് കുറച്ച് ടോപ്പ് യൂണിവേഴ്സിറ്റീസ് വരുന്നത്. പിന്നെ ഹംഗറിയിൽ ഫീസ് വരുന്നത് സെമസ്റ്റർ ആയിട്ടായിരിക്കും ഫീസ് വരുന്നത്. പിന്നെ ഹംഗറി ഒരു സ്റ്റുഡന്റ് ഫ്രണ്ട്ലി യൂറോപ്യൻ കൺട്രി ആണ്. പിന്നെ ഇവിടെ ഒരു ലാർജ് ഇന്റർനാഷണൽ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക പോലെ പല കൺട്രീസിൽ നിന്നും സ്റ്റുഡൻസ് ഇവിടെ സ്റ്റഡി ചെയ്യാൻ വരുന്നുണ്ട്. സോ അഡ്ജസ്റ്റ് ചെയ്യാൻ റിലേറ്റീവ്ലി ഈസിയാണ്. പിന്നെ ലൊക്കേഷൻ വൈസ് ആണെങ്കിലും ഹംഗറിയും ഒരു സെൻട്രൽ യൂറോപ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ജർമ്മനി പോലെയുള്ള കൺട്രീസിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഓക്കെ, പിന്നെ ഹംഗറിയിൽ വരുന്ന നല്ല ജോബ് സ്കോപ്പ് ഉള്ള ഏരിയാസ് എന്ന് പറയുന്നത് IT ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, എഞ്ചിനീയറിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ്, ബിസിനസ് സർവീസ് ആൻഡ് ഫിനാൻസ്, ഇതൊക്കെയാണ് കുറച്ച് ജോബ് സ്കോപ്പ് ഉള്ള ഏരിയാസ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ലാറ്റ്വിയനെ പറ്റിയിട്ടാണ്. ലാറ്റ്വിയ ഒരു നോർത്തേൺ യൂറോപ്പിൽ വരുന്ന കൺട്രിയാണ് ആൻഡ് അതിന്റെ ക്യാപിറ്റൽ റിഗ, കറൻസി യൂറോ ആൻഡ് ലാംഗ്വേജ് ലാറ്റ്വിയൻ ആണ് വരുന്നത്. ലാറ്റ്വിയയിലും ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ബിസിനസ്, IT, എഞ്ചിനീയറിംഗ്, ലോജിസ്റ്റിക്സ്, ഹെൽത്ത് സയൻസ്, ടൂറിസം പോലുള്ള കോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ബാച്ചിലേഴ്സിന് 3 to 4 ഇയേഴ്സ് ആണ് വരുന്നത് ആൻഡ് മാസ്റ്റേഴ്സിന് 1.5 to 2 ഇയേഴ്സ് ആണ് പറയുന്നത്. ആൻഡ് ബാച്ചിലേഴ്സിന് മിനിമം ഒരു 65% മാർക്സ് ആണ് പറയുന്നത് ആൻഡ് മാസ്റ്റേഴ്സിന് മിനിമം ഒരു 60% മാർക്സ്. ടോപ്പ് യൂണിവേഴ്സിറ്റീസ് വരുന്നത് ലാറ്റ്വിയ യൂണിവേഴ്സിറ്റി ഓഫ് ലൈഫ് സയൻസ്, റിഗ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, റിഗ സ്ട്രാഡൻസ് യൂണിവേഴ്സിറ്റി ആൻഡ് ടുരിബ യൂണിവേഴ്സിറ്റി. ഇതാണ് കുറച്ച് പോപ്പുലർ യൂണിവേഴ്സിറ്റീസ് വരുന്നത്. പിന്നെ ലാറ്റ്വിയ പറയുമ്പോൾ ഒരു സേഫ് ആൻഡ് പീസ്ഫുൾ യൂറോപ്യൻ കൺട്രി ആണ്. ലിവിംഗ് കോസ്റ്റ് ഒക്കെ അഫോർഡബിൾ ആണ് ആൻഡ് IT, ലോജിസ്റ്റിക്സ്, ബിസിനസ് ഫീൽഡ്സിലൊക്കെ നല്ല രീതിയിൽ ജോബ് സ്കോപ്പ് ഉള്ള ഒരു കൺട്രി ആണ്. ആൻഡ് ഓൾസോ ലാറ്റ്വിയയിൽ വരുന്ന ഒരു പ്രോസസ്സാണ് ഹെലോ വെരിഫിക്കേഷൻ പ്രോസസ്സ്. അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിന്റെ ഓതന്റിസിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഇനി വരുന്നത് ലിത്വാനിയാണ്. ലിത്വാനിയം ഒരു നോർത്തേൺ യൂറോപ്പിൽ ലൊക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അതിന്റെ ക്യാപിറ്റൽ വരുന്നത് വിൽനിയസ്, കറൻസി യൂറോ ആൻഡ് ലാംഗ്വേജ് വരുന്നത് ലിത്വാനിയൻ ആണ് വരുന്നത്. ആൻഡ് ഇവിടെ ബിസിനസ്, IT, എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്, ഡേറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എക്കണോമിക്സ് ആൻഡ് ഫിനാൻസ്, ഹെൽത്ത് സയൻസ് പോലുള്ള കോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഡ്യൂറേഷൻ വരുന്നത് ബാച്ചിലേഴ്സിന് സെയിം തന്നെയാണ്, 3 to 4 ഇയേഴ്സ് ആണ് വരുന്നത് ആൻഡ് മാസ്റ്റേഴ്സിന് 1.5 to 2 ഇയേഴ്സ് ആണ്. പിന്നെ ബാച്ചിലേഴ്സിന് മിനിമം 60% മാർക്സ് ആണ് പറയുന്നത് 12th ആൻഡ് ഫോർ മാസ്റ്റേഴ്സ് മിനിമം 60% മാർക്സ് ഇൻ ബാച്ചിലേഴ്സ് ആണ് പറയുന്നത്.
അപ്പോൾ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് പറയാനാണെങ്കിൽ വിൽനിയസ് യൂണിവേഴ്സിറ്റി, കോർണസ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, ക്ലൈപ്പഡ യൂണിവേഴ്സിറ്റി, വൈറ്റേറ്റസ് മാഗ്നസ് യൂണിവേഴ്സിറ്റി ആൻഡ് ISM യൂണിവേഴ്സിറ്റി ഓഫ് മാനേജ്മെന്റ് എക്കണോമിക്സ്. ഇതൊക്കെയാണ് കുറച്ച് പോപ്പുലർ യൂണിവേഴ്സിറ്റീസ് വരുന്നത്. പിന്നെ ലിത്വാനിയം ഒരു സ്മോൾ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി കൺട്രിയാണ്, ടു മച്ച് ക്രൗഡഡ് അല്ലാത്തൊരു കൺട്രിയാണ്. ആൻഡ് ലിവിംഗ് കോസ്റ്റ് ഒക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെയാണ് കമ്പയർ ടു അതർ യൂറോപ്യൻ കൺട്രീസ്. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കിയാൽ ലിത്വാനിയ എസ്പെഷ്യലി IT, ഫിൻടെക് ആൻഡ് ഡിജിറ്റൽ ഫീൽഡ്സ് ഒക്കെ സ്ട്രോങ് ആണ്. അതിന്റെ കൂടെ തന്നെ ലൈഫ് സയൻസ് ആൻഡ് ബയോടെക്നോളജി പോലുള്ള ഏരിയാസിലും ഡിമാൻഡ് ഉണ്ട്. സോ ഓവറോൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ ലോ കോസ്റ്റ്, സേഫ് സ്റ്റുഡന്റ് ലൈഫ് ആൻഡ് ഗുഡ് ഫ്യൂച്ചർ സ്കോപ്പ് എല്ലാം കമ്പൈൻ ചെയ്യുന്ന ഒരു നല്ല സ്റ്റഡി അബ്രോഡ് ഓപ്ഷൻ തന്നെയാണ് ലിത്വാനിയ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പോളണ്ട് ആണ്. പോളണ്ട് ഒരു സെൻട്രൽ യൂറോപ്യൻ കൺട്രി ആണ്. ക്യാപിറ്റൽ വാർസോ ആണ്. ആൻഡ് ലാംഗ്വേജ് പോളിഷ്. കറൻസി വരുന്നത് പോളിഷ് ലോട്ടി ആണ്. പോപ്പുലർ ഫീൽഡ്സ് വരുന്നത് എഞ്ചിനീയറിംഗ്, IT ആൻഡ് AI, ഡേറ്റ സയൻസ്, ബിസിനസ് ആൻഡ് മാനേജ്മെന്റ്, എക്കണോമിക്സ് ആൻഡ് ഫിനാൻസ്, മെഡിസിൻ, ആർക്കിടെക്ട് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്. ഇതൊക്കെയാണ് കുറച്ച് കോഴ്സസ് വരുന്നത്. ആൻഡ് ബാച്ചിലേഴ്സിന് മിനിമം 60% മാർക്സ് ആണ് പറയുന്നത്. ആൻഡ് ഫോർ മാസ്റ്റേഴ്സ് മിനിമം 60% മാർക്സ് ആണ് പറയുന്നത് ബാച്ചിലേഴ്സിന്. ആൻഡ് ഡ്യൂറേഷൻ സെയിം തന്നെയാണ് വരുന്നത്. ബാച്ചിലേഴ്സിന് 3 to 4 years ആൻഡ് മാസ്റ്റേഴ്സിന് 1.5 to 2 years തന്നെയാണ് പറയുന്നത്. ടോപ്പ് യൂണിവേഴ്സിറ്റീസ് പറയാനാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് വാർസോ, ജഗ്ലോണിയൻ യൂണിവേഴ്സിറ്റി, വിസ്റ്റുല യൂണിവേഴ്സിറ്റി, പിന്നെ ഒപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി. ഇതൊക്കെയാണ് കുറച്ച് ടോപ്പ് യൂണിവേഴ്സിറ്റീസ് വരുന്നത്. പിന്നെ ജോബ് മാർക്കറ്റ് പറയാനാണെങ്കിൽ പോളണ്ടിൽ എസ്പെഷ്യലി IT, ബിസിനസ്, ഫിനാൻസ്, എഞ്ചിനീയറിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് ഫീൽഡ്സ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. ആൻഡ് ഓൾസോ ഇവിടെ മൾട്ടിനാഷണൽ കമ്പനീസ് ആൻഡ് ഷെയർഡ് സർവീസ് സെന്റേഴ്സ് ഒക്കെ നല്ലതുപോലെ ഉണ്ട്. അപ്പോൾ ഓവറോൾ പറയാനാണെങ്കിൽ പോളണ്ട് ഒരു ലോ കോസ്റ്റ്, നല്ല സ്ട്രോങ് ജോബ് മാർക്കറ്റ് ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എല്ലാം കമ്പൈൻ ചെയ്യുന്ന ഒരു എക്സലന്റ് സ്റ്റഡി അബ്രോഡ് ചോയ്സ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്ലൊവേനിയ ആണ്. സ്ലൊവേനിയ ഒരു സെൻട്രൽ യൂറോപ്യൻ കൺട്രി തന്നെയാണ് വരുന്നത്. ആൻഡ് ക്യാപിറ്റൽ ലുബ്യാനയാണ് വരുന്നത്. ആൻഡ് കറൻസി യൂറോ, ഒഫീഷ്യൽ ലാംഗ്വേജ് സ്ലൊവീൻ ആണ് വരുന്നത്. ഇനി കോഴ്സസ് വരുന്നത് ഡിപ്ലോമ പ്രോഗ്രാംസ് ഒക്കെ വൈഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് സ്ലൊവേനിയ. പിന്നെ ബിസിനസ് മാനേജ്മെന്റ്, എഞ്ചിനീയറിംഗ്, IT, എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി, ടൂറിസം ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, എക്കണോമിക്സ് ആൻഡ് ഫിനാൻസ്, നാച്ചുറൽ സയൻസ്. ഇതൊക്കെയാണ് കുറച്ച് കോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി കോഴ്സ് ഡ്യൂറേഷൻ പറയുകയാണെങ്കിൽ ബാച്ചിലേഴ്സിന് 3 to 4 years ആണ് വരുന്നത്. ആൻഡ് ഫോർ മാസ്റ്റേഴ്സ് 1 to 2 years ആണ് കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. പിന്നെ എലിജിബിലിറ്റി പറയാനാണെങ്കിൽ ബാച്ചിലേഴ്സിന് മിനിമം ഒരു 55 to 60% മാർക്കാണ് പറയുന്നത്. ആൻഡ് ഫോർ മാസ്റ്റേഴ്സിന് മിനിമം 55 to 60% ആണ് പറയുന്നത്. ടോപ്പ് യൂണിവേഴ്സിറ്റി പറയാനാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ലുബ്യാന, വൺ ഓഫ് ദി ലാർജസ്റ്റ് ആൻഡ് ഹൈയസ്റ്റ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി ആണ്. ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് മാരിബോർ വരുന്നുണ്ട്. പിന്നെ ബ്ലഡ് കോളേജ് ഓഫ് മാനേജ്മെന്റ്, അൽമ മെറ്റർ യൂറോപ്യ, അരേമ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് സ്കൂൾ അഡ്വാൻസസ് ഓഫ് സോഷ്യൽ സ്റ്റഡീസ്. ഇതൊക്കെയാണ് കുറച്ച് ടോപ്പ് യൂണിവേഴ്സിറ്റീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ സ്ലൊവേനിയ പറയുമ്പോൾ സേഫ് സ്റ്റുഡന്റ് ലൈഫ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അഫോർഡബിൾ ഫീസ്, പിന്നെ എഞ്ചിനീയറിംഗ് ആൻഡ് IT ഫീൽഡ്സിലൊക്കെ നല്ല രീതിയിൽ ജോബ് സ്കോപ്പ് ഉള്ള ഒരു കൺട്രിയാണ്.